അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പം ഞാനിന്ന് മത്തനും പയറും കൂടെ ഒരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. എന്തൊക്കെ സാധനങ്ങളാണ് അതിലേക്ക് ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പയർ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്, ഇങ്ങനെ ഊറ്റി വെച്ചാൽ കേട്ടോ. പിന്നെ ഒരു മത്തൻ്റെ കഷ്ണമുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 4 പച്ചമുളകും 3 പിന്നെ ചെറിയ ഉള്ളിയും 1 സ്പൂണ് ചെറിയ ജീരകം കേട്ടോ. പിന്നെ 2 വെളുത്തുള്ളിൻ്റെ അല്ലി ഞാൻ അതിടുന്നുണ്ട്. അത് ഞാൻ കാണിക്കാൻ പറഞ്ഞ് വേപ്പിൻ്റെ അല്ലി കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം പയർ നല്ല കഴുകിയിട്ട് കുക്കറിലിട്ടാണ്ട് ആദ്യം ഒന്നത് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് കുറച്ച് വേവുള്ളതാണ് വെള്ളത്തിട്ട് വെച്ചാലും. പിന്നെ ഞാൻ മത്തനൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ തേങ്ങ ഞാൻ അങ്ങനെ ചീരവും ഇതൊക്കെ പടി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് തൂമിക്കാനുള്ള ഇതാട്ടത്. അപ്പോൾ നമ്മൾ പയറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് പിന്നെ മത്തന് മുറിച്ച് വെച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. മത്തൻ നല്ല ഉടക്കണതാണ് ഇതിലിഷ്ടം. ഒന്ന് വേവിച്ചിട്ട് നമുക്ക് നല്ലൊന്ന് ഉടച്ച് അതിലേക്ക് ചേർക്കാനുള്ളതൊക്കെ ചേർക്കട്ടെ. അപ്പോൾ ഞാൻ ഉള്ളിയും ചീരവും തേങ്ങയും കൂടെയാണ് അവിടെ അരച്ച് വെച്ചത്. നമുക്ക് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇത് 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ നല്ല വേവ് കിട്ടും. ഇതിനാവശ്യത്തിലുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കണം. കാരണം ചിലപ്പോൾ ഇത് തിളക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വിസിലടിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ ഒരു വൃത്തിയില്ലാത്ത മാതിരി എല്ലായിടത്തും ആവേ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതൊന്നൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊന്ന് 2 വിസിലടിച്ചാൽ മതി. നല്ല രസമാണ് മത്തക്കറിയും ചോറ് എന്ത് ഉണക്കലായാലും പിന്നെ മീൻ പൊരിച്ചതായാലും ചിക്കൻ പൊരിച്ചതായാലും ഒക്കെ രസം കേട്ടോ. മത്തൻ കറിയും ചോറും അതും കൂടെ നല്ല ഇഷ്ടപ്പെട്ട പച്ചക്കറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറീൻ്റെ കൂട്ടാനാണിത്. അപ്പോൾ നമുക്കിതൊന്ന് 2 വിസിലടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 വിസിലടിച്ചിട്ടുണ്ട്. എല്ലാതും നല്ല വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. ഞാൻ അത് ഉടക്കട്ടെ. ചിലർക്ക് ഉടക്കണം ഇഷ്ടമല്ല, എനിക്ക് ഉടക്കണമാണ് ഇഷ്ടം. അപ്പം ഞാൻ അതൊന്ന് ഉടക്കട്ടെ കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. ഏതും നല്ലതായിട്ട് ഉടഞ്ഞ് വരും. വല്ലാതെ പ്രസ് ചെയ്യുന്നു വേണ്ട, കുറഞ്ഞതിലൊന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ നല്ല അങ്ങോട്ട് ഉടഞ്ഞ് വരും കേട്ടോ. പിന്നെ ഒരുവിധമൊക്കെ ഇങ്ങനെ ഒന്ന് നല്ല അങ്ങോട്ട് ചാന്തുപോലല്ല, ഒരുവിധമൊക്കെ ആക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഓരോരോ പീസുകളൊക്കെ കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉടക്കൽ കഴിഞ്ഞിട്ടാണ്. നമുക്ക് ഇതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങ അരച്ചുണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ തീ ഓഫാക്കിയിരുന്നു. അപ്പോൾ തീ കത്തിക്കട്ടെ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. തെറ്റുകളും പോരായ്മകളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ നല്ല മഴയും ദുരന്തങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും തൊട്ടും പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. മണ്ണിൻ്റെ അടിയിൽ പോയവരൊക്കെ കിട്ടാനുള്ള തോഫീക്ക് ചെയ്യട്ടെ പടച്ചോല്ലേ. എന്നിട്ട് അവരാരെ ആചാരപ്രകാരം അവരാർക്ക് അതൊക്കെ നടത്താനുള്ള ഇത് കൊടുക്കട്ടെ. എന്താ ചെയ്യുക, നമ്മളാരും വിചാരിക്കണ മാതിരിയല്ലല്ലോ. കാറ്റും മഴയും വരുമ്പോൾ തന്നെ ഒരു പേടിയാണ് പേരൻ്റെ ഉള്ളിലിരിക്കാൻ. കുറേ നേരം പുറത്തിങ്ങനെ നോക്കിക്കുന്നില്ല. പിന്നെ നമ്മൾ ഇരിക്കല്ലാതെ ഗതിയില്ലല്ലോ. മുറ്റത്ത് കറങ്ങാനും പറ്റൂലല്ലോ. മലയോരങ്ങളിലൊക്കെ ആകുമ്പോഴാണ് അധികം പൊട്ടി ഒലിക്കലും ഇതാക്കലും ഒക്കെ ഉണ്ടാവും. നമ്മളവിടെ ഇല്ലായിട്ടില്ല, നമ്മളവിടെയും വരായില്ല. എന്നാലും പേടിയാണ്. ഏത് രാജ്യത്തായാലും എല്ലാവരും തൊട്ടും പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. അർജുൻ എന്ന് പറഞ്ഞാൽ ആ മോനെ ഇതുവരെ കിട്ടിയിട്ടില്ല. കുറേ തെരഞ്ഞെന്നൊക്കെയാണല്ലേ. എല്ലാ കുടുംബത്തിനും ഉള്ള ക്ഷമ കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ കൂട്ടാനിൽ ഞാനിവിടെ പിന്നെ തേങ്ങ അരച്ചത് ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലൊന്ന് തുള്ളിയതിൻ്റെ ശേഷം നമുക്കിത് കടുവറുത്ത് നല്ല മൂപ്പിച്ച് ചെയ്യാണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ കടുവറക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് നല്ല തുള്ളി വരണുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ തുള്ളി ഇങ്ങനെ താവി പോവരുത്. അപ്പോൾ ഇതൊരു വെള്ളം വിട്ട മാതിരിയാവും. നമുക്കിത് ഇറക്കി വെക്കട്ടോ.
നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം തന്നെ അടുപ്പത്ത് വെക്കണം. ഇനി വേറെ പാത്രത്തിൽ ഒഴിച്ചിട്ട് പിന്നെ തൂമിച്ചുണ്ടാക്കണ്ടല്ലോ. ഇതിൽ തന്നെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് തൂമിച്ചിട്ടാക്കാം. അതുകൊണ്ടാണ് അതിലേക്ക് കുറച്ച് വെള്ളം കൈമണ്ണ് അതിലുണ്ടായിരുന്നു. അടുപ്പത്ത് വെച്ച് അതൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ചീരുള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടെ ആ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിട്ട് കൊടുക്കട്ടെ. ഒന്നിങ്ങോട്ട് മൂത്ത് വരട്ടിട്ടാ. അത് നമുക്ക് അതിലേക്ക് കറി ഒഴിച്ച് കൊടുക്കാം. ഇതാകുമ്പോൾ ഇനിയൊരു പാത്രത്തിൽ നിന്ന് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആക്കണ്ടല്ലോ. ഇതിൽ തന്നെ ആട്ടാ ഒഴിച്ചാൽ പിന്നെ ഇതിലിരുന്നോളും. കുക്കറിൽ എന്തൊരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ തോനെ നേരം വെക്കരുത്. അലുമിനിയൻ്റെ കുക്കറിലിട്ടാ പുള്ളി പോകും അതിന്. അതുകൊണ്ടാണ് വേഗം ഞാൻ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സൂപ്പർ കറി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി. ചോറ്റക്കും പിന്നെ ദോശയ്ക്കും ഓട്ടടയ്ക്കും ഒക്കെ എനിക്കിഷ്ടമാണ്. നമ്മൾ അങ്ങനെ ഉണ്ടാക്കലുണ്ട് ഇവിടെ. ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ പിന്നെ ചായൻ്റെ കടിക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കലില്ല. ഈ കറി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കൽ കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി. നല്ല അടിപൊളി കറി കേട്ടോ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ല